അമേരിക്കയിലെ H-1B വിസ നിയമങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാനുള്ള പുതിയ നിയമനിർമ്മാണ നീക്കം ആഗോള തൊഴിൽ വിപണിയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഡെമോക്രാറ്റിക് പ്രതിനിധി അവതരിപ്പിച്ച വെൽക്കമിംഗ് ഇന്റർനാഷണൽ സക്സസ് ആക്ട് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. $1,00,000 സ്പോൺസർഷിപ്പ് ഫീസും ഉയർന്ന വേതന നിബന്ധനകളും ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ പിൻവലിക്കുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും സാങ്കേതിക വളർച്ചയ്ക്കും വിദേശ പ്രതിഭകൾ അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. വരാനിരിക്കുന്ന മാസങ്ങളിൽ US കോൺഗ്രസിൽ ഈ ബില്ലിന്മേൽ നടക്കുന്ന ചർച്ചകൾ കുടിയേറ്റ നയങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയേക്കും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം H-1B വിസയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് US ജനപ്രതിനിധി സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. ഡെമോക്രാറ്റിക് പ്രതിനിധി ബോണി വാട്സൺ കോൾമാൻ ആണ് H-1B വിസയ്ക്ക് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് വെൽക്കമിംഗ് ഇന്റർനാഷണൽ സക്സസ് ആക്ട് എന്ന പേരിൽ ബില്ല് അവതരിപ്പിച്ചത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പുതിയ നിയമനിർമ്മാണം. 2025 സെപ്റ്റംബറിൽ ട്രംപ് ഭരണകൂടം പുറപ്പെടുവിച്ച പ്രസിഡന്റിയൽ പ്രൊക്ലമേഷൻ റദ്ദാക്കുക എന്നതാണ് ബില്ലിന്റെ പ്രാഥമിക ലക്ഷ്യം. പുതിയ H-1B വിസ അപേക്ഷകർക്ക് $1,00,000 സ്പോൺസർഷിപ്പ് ഫീസും ഉയർന്ന വേതന നിബന്ധനകളും ഏർപ്പെടുത്തിയുള്ളതായിരുന്നു പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ. നിലവിൽ US ഭരണകൂടത്തിന്റെ ഈ നടപടി കോടതിയുടെ പരിഗണനയിലാണ്. US ചേംബേഴ്സ് ഓഫ് കൊമേഴ്സും കാലിഫോർണിയ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റ് ഭരണ സംസ്ഥാനങ്ങളുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത്. സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അമേരിക്ക നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ കുടിയേറ്റ പ്രൊഫഷണലുകൾ അത്യന്താപേക്ഷിതമാണെന്ന് ബില്ല് അവതരിപ്പിച്ച ബോണി വാട്സൺ കോൾമാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ അമേരിക്കൻ തൊഴിൽ വിപണിയെയും ആശുപത്രികളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചുവെന്ന് ഈ നിയമനിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. വിദേശത്തു നിന്നുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥർ അമേരിക്കൻ തൊഴിൽ വിപണിയിലെ സ്വദേശികളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുകയല്ല, മറിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പാലമായി പ്രവർത്തിക്കുകയാണെന്നാണ് ഇവരുടെ പക്ഷം. പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ അമേരിക്ക നേരിടാൻ പോകുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ H-1B വിസ നയങ്ങളിൽ ഇളവ് വരുത്തേണ്ടത് അനിവാര്യമാണെന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. നഴ്സിംഗ് ബിരുദങ്ങൾക്കുള്ള ഫെഡറൽ ലോണുകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും വിസ പ്രതിസന്ധിയും ആരോഗ്യരംഗത്ത് വലിയ ആഘാതം ഉണ്ടാക്കുമെന്നും ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ കണ്ടതാണ് കോവിഡിന്റെ സമയത്ത് അമേരിക്കയുടെ ആരോഗ്യരംഗം എത്രമാത്രം മോശമായിരുന്നു എന്നുള്ളത്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാണ് ഡെമോക്രാറ്റുകൾ ഈ മുന്നറിയിപ്പ് അമേരിക്കൻ ഭരണകൂടത്തിന് നൽകുന്നത്. നിലവിൽ H-1B വിസ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ഈ പുതിയ ബിൽ പാസ്സായാൽ ഇന്ത്യക്ക് ഏറെ ഗുണകരമാകും. H-1B വിസ പൂർണ്ണമായും നിർത്തലാക്കാൻ ലക്ഷ്യമിട്ടുള്ള എൻഡ് H-1B നൗ ആക്ട് പോലുള്ള നീക്കങ്ങൾ റിപ്പബ്ലിക്കൻ പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നതിനിടയിലാണ് ഡെമോക്രാറ്റുകളുടെ ഇപ്പോഴത്തെ നീക്കം. ഇവറ്റ് ക്ലാർക്ക്, സെയ്ദ് മാൾട്ടൺ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കോൾമാന്റെ ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ തൊഴിൽ വിപണിയിൽ പ്രത്യേകിച്ച് നഴ്സിംഗ്, ആരോഗ്യ പരിരക്ഷാ മേഖലകളിൽ വരാനിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയെക്കുറിച്ച് ബില്ല് മുന്നറിയിപ്പ് നൽകുകയാണ്. ഫെഡറൽ ലോണുകളിലെ നിയന്ത്രണങ്ങളും വിസ ലഭിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാരണം ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്ന അവസ്ഥയാണുള്ളത്. വിദേശത്ത് നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾ സ്വദേശികളുടെ അവസരം നഷ്ടപ്പെടുത്തുകയല്ല, മറിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ചാലക ശക്തിയായി പ്രവർത്തിക്കുകയാണെന്ന് ഡെമോക്രാറ്റിക് നേതാക്കൾ വാദിക്കുന്നു. നിലവിൽ ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികൾ കോടതിയുടെ പരിഗണനയിലാണുള്ളത്. US ചേംബേഴ്സ് ഓഫ് കൊമേഴ്സും വിവിധ സംസ്ഥാനങ്ങളും ഈ പരിഷ്കാരങ്ങൾക്കെതിരെ രംഗത്തുണ്ട്. റിപ്പബ്ലിക്കൻ പക്ഷത്തു നിന്ന് H-1B വിസ പൂർണ്ണമായും നിർത്തലാക്കാനുള്ള എൻഡ് H-1B നൗ ആക്ട് പോലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഡെമോക്രാറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രമുഖ നേതാക്കളുടെ പിന്തുണ ഒരു ചെറിയ കാര്യമല്ല. അവർ ശരിക്കും ലോകത്തിന്റെ മാറ്റം തിരിച്ചറിയുന്നുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന നയം എത്രമാത്രം അമേരിക്കയ്ക്ക് തന്നെ ദോഷമാണെന്നുള്ള ചിന്ത ഇവർക്കെല്ലാം ഉണ്ട്. പക്ഷെ ട്രംപ് ഭരണകൂടത്തിന് എന്തോ അതില്ല. വെൽക്കമിംഗ് ഇന്റർനാഷണൽ സക്സസ് ആക്ട് വെറുമൊരു നിയമനിർമ്മാണ നീക്കം മാത്രമല്ല, അമേരിക്കൻ തൊഴിൽ വിപണിയുടെ അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടം കൂടിയാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾക്ക് തടസ്സമില്ലാതെ അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ കർശന നിലപാടുകൾ കോടതിയിലും സഭയിലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു അന്തരീക്ഷം വീണ്ടും സംജാതമായേക്കാം. ഈ ബിൽ നിയമമായി മാറിയാൽ സാങ്കേതിക മേഖലയിലും നഴ്സിംഗ് രംഗത്തും ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന മുൻഗണന തുടരാനും അമേരിക്കയിലെ തൊഴിലാളി ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാനും ഒക്കെ സാധിക്കും.